റിപ്പർ ജയാനന്ദൻ്റെ മകൾ അഡ്വക്കേറ്റ് കീർത്തി ജയാനന്ദനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. കീർത്തി അച്ഛൻ്റെ പുസ്തകം പുലരി വിരിയും മുമ്പേ ഇപ്പോൾ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. അച്ഛൻ്റെ പുസ്തകം വായിച്ചതാണല്ലോ, എന്താണ് പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത്? ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരു മാനസാന്തരം സംഭവിച്ചിട്ടുള്ള ഒരാളുടെ കഥയാണ്. അതായത് ഒരു ജയിലാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് കഥയുടെ തുടങ്ങുന്നത്. അതായത് കുറേ കൊലപാതകങ്ങൾ ചെയ്ത ഒരാളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതും തുടർന്ന് നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. അയാൾ എന്താ പറയുക, വായനയിലൂടെ അയാൾ ചെയ്തു പോയ തെറ്റ് എങ്ങനെയാണോ പ്രായശ്ചിത്യം ചെയ്യാൻ നോക്കുന്നത്, ആ ഒരു കാര്യമാണ് വായനയിലൂടെ പറയുന്നത്. പക്ഷേ പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം വന്നിട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അയാളോട് പൊതുസമൂഹത്തിനോട് ഉണ്ടാവുന്നൊരു തെറ്റായൊരു ധാരണ ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. ആ ഒരു തെറ്റായ ധാരണയുടെ പുറത്തു നിന്നുള്ള ആളുകൾ അയാളെ കാണുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു കഥയും കൂടി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. മാത്രമല്ല, അയാളുടെ പക്ഷം കേൾക്കാൻ ഒരു ആളില്ല എന്നുള്ളത്. അതായത് പക്ഷം കേൾക്കാൻ ഒരു എന്താ പറയുക, സമൂഹത്തിൽ നിന്നൊരു മനുഷ്യനെ ഇറങ്ങി വരുന്നില്ല എന്നുള്ളൊരു വേദനാജനകമായിട്ടുള്ളൊരു കാര്യം കൂടെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അച്ഛൻ്റെ ജീവിതം തന്നെയാണ് പുസ്തകം എന്ന് കരുതുന്നുണ്ടോ? ജീവിതം തന്നെയാണ് പുസ്തകം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത് അച്ഛനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് കണ്ടം സെൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അച്ഛൻ ഓൾറെഡി ആ സമയത്ത് കിടന്ന സമയത്ത് എഴുതിയ ഒരു ഭാഗങ്ങളാണ് പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. 17 വർഷമായിട്ട് അച്ഛൻ ജയിലിൽ കഴിയാണ്. അപ്പം അച്ഛന് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ സാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൈതപ്രത്തിൻ്റെ വരികളൊക്കെ കോട്ട് ചെയ്തിട്ട് അച്ഛനെയാണ് ആ ഒരു വരികളൊക്കെ. അപ്പം അച്ഛന് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം ഇനിയും തുടരുമോ? തീർച്ചയായിട്ടും. അങ്ങനെയാണോ വക്കീൽ പഠനത്തിലേക്ക് എത്തിയതും? അല്ല, അങ്ങനെയല്ല. ഞാൻ അവിചാരിതമായിട്ടാണ്, ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിചാരിതമായിട്ടാണ് LLB എടുക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നത്. അല്ലാതെ ആഗ്രഹിച്ചിട്ട് എടുത്തൊരു സബ്ജക്റ്റ് അല്ല. അച്ഛന് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത് സത്യം പറഞ്ഞാൽ അച്ഛൻ ഈ കഥ എഴുതിയിട്ട് എൻ്റെ കയ്യിൽ തന്നത് കുറേ നാൾ മുൻപ് തന്നതാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അവസാനമാണ് ഇന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റിയത്. ഒരു 2019 എൻ്റെ കയ്യിൽ തന്ന പുസ്തകമാണ്. പിന്നെ കോവിഡ് എല്ലാം വന്ന് അങ്ങനെ കുറേ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ നിന്നെല്ലാം നിരസിക്കപ്പെട്ട് പിന്നെ അവസാനം അങ്ങനെയാണ് ലോഗോസ് പബ്ലിക്കേഷൻസിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റിയത്. 9ാം ക്ലാസ് വരെ പഠിച്ച ഒരാൾ എഴുതിയ ബുക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു നില നിന്ന് അച്ഛൻ ഈ ബുക്ക് എഴുതുമ്പോൾ ഒരു മകളെന്ന നിലയിൽ എന്താണ് തോന്നുന്നത്? ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഈ ബുക്ക് വായിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം വായിക്കുന്ന ആളൊന്നല്ല. അപ്പോൾ പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞത് ഒറ്റയിരിപ്പിലിരുന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ബുക്കാണെന്നാണ് പറഞ്ഞത്. അവർ ഒരുപാട് വായിക്കുന്നൊരു കോൺഗ്രസിൻ്റെ ഒരു നേതാവും കൂടിയാണ് ആ ലേഡി. അവർ എന്നോട് പറഞ്ഞത്, അതായത് ഒരൊറ്റയിരിപ്പിലിരുന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന അത്രയും നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മാത്രമല്ല, കോടതിയും അങ്ങനെ തന്നെ പറഞ്ഞത്, നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു 9ാം ക്ലാസ്സിൽ പഠിച്ചൊരാളെ എഴുതിയ പോലെ തോന്നാനേ അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്.